കുടിച്ച ഓങ്കാര നടന്നു പോയിട്ട് ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പിൻ ദ വീൽ ഡയർ ചലഞ്ച് ആണ്. അപ്പം ഈ ഫോണിലൊരു സ്പിൻ വീൽ ഉണ്ട്. അപ്പോൾ ഇതിനകത്തിലെ സ്പിൻ വീൽ ഞങ്ങൾ 3 പേരും കറക്കും. ഇതിനകത്ത് കിട്ടുന്ന ടാസ്ക് ഞങ്ങൾ 3 പേരും ചെയ്യണം. ഈ ടാസ്ക് ചെയ്യാതിരിക്കുകയോ പറയുന്ന റൂളും എല്ലാം തെറ്റിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഒരു മുളക് കഴിക്കേണ്ടതായിട്ട് വരും. അതാണ് ഇതിനകത്തെ പണിഷ്മെന്റ്. മുളക് കഴിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ബൈറ്റെങ്കിലും എടുത്താൽ മതി. വെള്ളമൊക്കെ കുടിക്കും, കുഴപ്പമില്ല. സാരമൊന്നുമില്ല. എക്സ്പ്രഷൻ ഇടാതിരിക്കുന്നൊന്നുമില്ല. എന്തായാലും ഇതൊരു പണിഷ്മെന്റ് അല്ലേ. ടാസ്കിലോട്ട് പോകും. അപ്പോൾ ഗൈസ് നമ്മുടെ സ്പിൻ വീൽ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ഒരു റൂളുണ്ട്. എല്ലാവരും കൂടെ വന്നിട്ട് ഞെക്കാൻ പറ്റും. അല്ലാതെ ആദ്യം ചലഞ്ച് തീർത്തോൻ വന്നിട്ട് ഞെക്കാനൊന്നും പറ്റത്തില്ല. 3 പേരോട് നിന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറ്റും. അപ്പോൾ ആദ്യം കുക്കുചി ഞെക്കില്ല. മൂത്തയാൾ. അതെ, മൂത്തവൻ നിന്നുള്ള ഇതിലേക്കാണ്. അപ്പൊ നിങ്ങൾക്കും മനസ്സിലാവും ഞങ്ങളുടെ ഏതാ മൂത്തയാണ്. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. സേഫ് സോൺ ഗൈസ്. സേഫ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിയിൽ ഒന്നും ചെയ്യണ്ട. പിന്നെ കിങ് ഓഫ് ദ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് പണി കൊടുക്കാം. അതൊരു പണി. അപ്പൊ ഇനി അമ്മു ഞാൻ കറക്കാൻ പോവാണ്. ഓക്കെ, ഞാനാ ഏറ്റവും ഇളയത്. അയ്യോ, നല്ല ഫോണാണ് ഗൈസ്. എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയ ചലഞ്ച്. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ കാണുന്നവരെ വല്ല ഇമിറ്റേറ്റ് സാരമില്ല. എന്തായാലും അമ്മു ഇത് സെറ്റ് ആക്കും. ഇനി പപ്പം കറക്കിക്കോ. മൃഗങ്ങളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, കഴിവില്ലേ? അപ്പം 1 മിനിറ്റ് അത്. അപ്പം ഞാൻ എന്തായാലും ഐറ്റംസ് ഒക്കെ എടുക്കാൻ പോവാണ്. ഇത് മാത്രം ചുമ്മാ ഇവിടെ നിൽക്കും ഗൈസ്. അപ്പോൾ ഐസ് ക്യൂബും കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു കൈയാണോ 2 കൈയാണോ? 2 കൈയും വെച്ചോ. മാറ്റി മാറ്റി വെക്കാമല്ലോ. മാറ്റി അങ്ങനെയൊക്കെ പറ്റും. ഒരുമിച്ച് വെച്ചാൽ അത് ഒട്ടിക്കോളും. ശാസ്ത്രത്തിന്റെ വളർച്ച. ഓക്കെ ഗൈസ്, അപ്പൊ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാണ് ഇനി അമ്മു. ചെല്ല ആ വഴി കിടന്ന് മൂങ്ങുന്നൊരു പട്ടി. അയ്യോ, അത് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പൂച്ചയുടെ സൗണ്ട്. ആ, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുള്ള പൂച്ചയാണ്. മീമുള്ള തൊണ്ട കുടിയ പൂച്ചയുടെ രോദനം. ഗൈസ് ഇട്ട് വട്ടത്തിൽ കളിയാക്കുവാണ്. നെക്സ്റ്റ് റൗണ്ടിലേക്ക്. ആ ഗൈസ്, ഇവന്റെ പണിഷ്മെന്റ് ഇപ്പൊ എടുത്തിട്ടേ മുളക്. യെസ് ഗൈസ്, അപ്പം ഒരു മുളക് കാന്താരി. കുഞ്ഞതാണ് എടുത്തത്, കുഴപ്പമില്ല. നല്ല എരിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. അതിനിടെ ഒരു ആപ്പിൾ എടുത്തോളൂ. മനസ്സിലായി ഇത് ആപ്പിൾ, ഇത് ഫോൺ. അതെന്ത് വരുന്നു? ഇളയവരിൽ നിന്ന് ഇനിയും തുടങ്ങാം. ഓക്കെ, അടുത്ത കളി പിന്നെ മൂത്തതിൽ ഇടയിലോട്ട്. ഓക്കെ, എടുത്തു. ഓക്കെ, നല്ല ഓർമ്മ കിട്ടണം ഈശ്വര. ഓക്കെ, അവനിനി വഴി കൂടെ പോകുന്ന ആർക്കെങ്കിലും ഒരു ടാറ്റ കൊടുക്കണം. ഹായ് കാണിക്കണം. ആ, ഞാൻ കറക്കണം. ഓക്കെ ഗൈസ്, ഇനി ഞാനാണ് കറക്കാനായിട്ട്. കൈയൊക്കെ വരയ്ക്കുന്നു. ഞാൻ അമ്മു ചേച്ചി കള്ളക്കളി കളിച്ചാന്ന് വിചാരിക്കും. പിന്നെ ഐസ് ക്യൂബ് ഇൻ ഹാൻഡ് 1 മിനിറ്റ്. കൊള്ളാം, നല്ല നല്ല ചലഞ്ച്. ഇനി ഞാൻ ഓക്കെ, എന്റെ
നല്ല എടാ നിനക്ക് തന്ന അതേ പണിയാന്നല്ലോ എനിക്ക് കിട്ടി. ആ അടിപൊളി. ബിസ്ക്കറ്റ് വിത്ത് ഫേസ്. ഓക്കെ ഗൈസ്, വേറെ വീഡിയോ വിജയത്തിന്റെ മുന്നോടിയാണ്. ഇല്ല യെസ് ഗായ്സ്, അങ്ങനെ കയ്യില് ഐസ് ക്യൂബ് ഉണ്ട്. ആ വണ്ടി വരുമ്പോ വിളിച്ചാൽ മതി. അപ്പൊ യെസ്, അമ്മു അങ്ങനെ എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുന്നു. ഞാൻ ചിരിക്കുന്നതേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണരുത്, എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നല്ല കുഴപ്പമുണ്ട്. സൗണ്ട് എടീ, നീ ആയിട്ടല്ലേ 2 കയ്യിലൂടെ വെക്കുന്നേ. ആദ്യം ഞാൻ ഐസ് വെച്ചു, ഞാൻ എക്സ്പ്രഷൻ വിട്ടിട്ട്. ഇതൊക്കെ കാണുവേ ഗായ്സ്. എനിക്ക് എന്തായാലും ബിസ്ക്കറ്റ് ഫേസ് വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്യാനൊന്നും ഇല്ല, എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഞാൻ കാന്താരി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറച്ചു നേരം അപ്പം ഭയങ്കരമായിട്ട് ഇതായിരുന്നു. യെസ് ഗായ്സ്, അങ്ങനെ നമ്മളിനി 3rd റൗണ്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ ഈ 3rd റൗണ്ട് ആവാനായിട്ട് കുറെ സമയം എടുത്ത്, അരമണിക്കൂറിൽ കൊടുത്തെടുത്ത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുക്ക് ചേച്ചി വീഡിയോ എടുക്കാനാണ്. ഞാൻ 3 പേർക്ക് ഹായ് കാണിച്ച്. ആദ്യം ഒരു വണ്ടിയിൽ പോയ ഒരാളെ ഹായ് കാണിച്ച്, ഭയങ്കര തിരിച്ച് ഹായ് കാണിച്ച്. അതിന് ശേഷം പിന്നെ ഒരു സ്കൂട്ടറിൽ പോയ ഒരു അണ്ണന്റെ പുറകിൽ ഇരുന്ന് വേറൊരു അണ്ണനെ ഹായ് കാണിച്ച്. അപ്പോഴത്തേക്ക് ആ അണ്ണൻ തിരിഞ്ഞിങ്ങനെ നോക്കി തിരിച്ചുകൊണ്ട് ഇങ്ങനെ പോയി. അപ്പൊ കുക്കുചേച്ചി ഫോൺ എടുത്ത് വെച്ച് ക്യാമറ നോക്കി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ ഞാൻ അവിടെ അത് ഹായ് കാണിക്കും. കുക്കുചേച്ചി സ്വന്തം ഭംഗി ആസ്വദിച്ചോണ്ട് ഇന്ന്. ഗൈസ്, അങ്ങനെ നമ്മൾ 3rd റൗണ്ട് പോകാൻ പോവാണ്. അപ്പം ഇത് മൂത്തതിൽ നിന്ന് ഇളയതിലോട്ടാണ്. ഞാൻ മൂത്തതിൽ നിന്ന് തുടങ്ങുന്നു. ഇതിപ്പോ കിട്ടാൻ ഇനി ഒരാള്. അതെ 3 പേർക്കും ഐസ് ക്യൂബ് ഇത് ചിലപ്പോ മറന്നു റിയാക്ഷൻ അങ്ങ് മറന്നു പോകും. പിന്നെ ഐസ് ക്യൂബ് പിടിച്ചിട്ട് ഇങ്ങനെ കേൾക്കേണ്ടി വരും എന്റെ കൂട്ട്. Say hi to anyone in the road. പപ്പൻ ബാസു ഇതാ കറക്കിയിരിക്കുന്നു. സേഫ് സോൺ ആണ് ഗൈസ് അവന് കിട്ടിയത്. അവളുടെ കളഞ്ഞ അവളെ കാണിരും. ഐസൊക്കെ കൈ വെച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, എന്റെ ചലഞ്ച് സക്സസ്ഫുൾ ആയി. ഒത്തിരി ടൈമും എടുത്തില്ല, തിരിച്ച് ടാറ്റയും കിട്ടി. ഞാനും ചെയ്ത് കഴിഞ്ഞു. അവൻ സേഫ് സോൺ ആയിരുന്നു. മരവിച്ച കണക്കൊണ്ട് അവരെ പുറകെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. ഞാൻ ടാറ്റ കൊടുക്കുന്നുണ്ട്, ഞാൻ തുള്ളി ചേർന്നുണ്ട് വട്ടാന്ന് വിചാരിച്ചു. തിരിച്ചു വന്നിങ്ങനെ നോക്കുവാ എന്റെ കൈ നല്ല മരവിച്ച് കുട്ടപ്പൻ. അങ്ങനെ നമ്മുടെ 4th റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, ഇളയതിൽ നിന്ന് മൂത്തതിലേക്കാണ്. പട്ടോ സെറ്റ് സാധനം. നീയാണ് അതിന് ചെയ്യാൻ ഏറ്റവും യോഗ്യനായ ഒരാള്. ഇനി അമ്മ. ഞാൻ പിടിച്ചോ, കട്ടാക്കിക്കോട്ടോ. സാരമില്ല, എടുത്തു. ഓക്കെ, ഇന്ന് കാണാൻ നമുക്ക് ട്രൈ ടു ഈറ്റ് ബിസ്ക്കറ്റ് വിത്ത് ഫേസ്. ഇനി ഞാൻ ഒരു ബിസ്ക്കറ്റ് എടുത്തോണ്ട് വാ. ബിസ്ക്കറ്റ് ഇല്ല, കുഴലപ്പം മതിയോ? എനിക്കിത് കിട്ടിയതാണ്. ഞാനിത് എനിക്കിത് കിട്ടിയതാണ്. ഞാൻ മുളക് കഴിച്ച്. സോ എനിക്ക് വൺസ് മോർ കിട്ടിയതല്ല, പിന്നെ എടുക്കുന്നതല്ല. നമ്മള് 2 പേരും കൂടെ പൊളിക്കും. നമ്മളങ്ങനെ അൺനോൺ നമ്പറിനെ വിളിക്കാൻ പോവാണ്. അപ്പം ആദ്യം ഇവളാണ് വിളിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അവൻ. കേരള മൊബൈൽ ടെലിഫോണിൽ നിന്നാണ് കാണിക്കുന്നത്. ശബ്ദം ഇച്ചിരി ഇഷ്യൂ ആണ്. ഞങ്ങൾക്ക് ചൂടെടുത്തോണ്ടൊന്ന് ഫാൻ ഇട്ട്. ഓക്കെ, സ്പീക്കർ ഇടണേ. എന്റെ മോനെ ഏതോ വലിയ മാസം കുട്ടിയാണ്, മലയാളിയാണ്. ഹലോ ഹലോ
പേരെന്തായിരുന്നു? സുമേഷ് ആണോ? പേരെന്തായിരുന്നു? റോങ് നമ്പർ ആണ് കേട്ടോ, സോറി. അവസാനം എന്തായി പിള്ളേർക്കെന്ന് വരെ ചോദിച്ചു. സ്പീക്കർ കോള് പോകുന്നുണ്ട് ഗൈസ്, ഞാനാ എടുത്തു. രാജൻ രാജൻ കൂലിപ്പണി രാജൻ. എനിക്ക് നല്ല പേടി, ക്ലാരിറ്റി കുറവ് കാണും, ക്ഷമിക്കണം ഗൈസ്. മൊബൈലിൽ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ആയിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഹലോ, സുഖുവാണോ? സുഖുവാണോ? It was at this moment that he knew. He fucked up. ഇവിടെ കിണർ വെട്ടത്തോ ആയി, വെള്ളം കണ്ടോ? രാജസ്ഥാൻ. സോറി, റോങ് നമ്പർ. സുഖമായിരുന്നോ? രാജൻ എന്നാണ് പേര് കാണിച്ചേ, എന്നിട്ട് വിളിച്ചിട്ട് സുഖമാണോന്ന് ചോദിച്ചപ്പോ എടാ ഒരു ഹായ് സൗണ്ട് ഉണ്ടാക്കുന്ന ഇതാടി മിക്കവാറും തറവണിഞ്ഞൊരു കാന്താരിയാ. എന്നാ പിന്നെ നല്ല സ്ഥലത്തിരിക്കണം. തെറ്റിക്കുവാന്നേലും താഴെ പോയാലും വന്ന വീഡിയോ വേണം റീപ്ലേ ചെയ്ത് വയ്ക്കും. അങ്ങനല്ല, തല പുള്ളി ഇങ്ങനെ വെക്കണം, ഇല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് തറ വീഴും. കണ്ണി വീഴുന്ന തൊടാൻ പറ്റത്തില്ല, ഇനിയും തൊടാൻ നിൽക്കത്തില്ല. ഇട്ട് മോന്തെടുത്ത് ഇങ്ങനെ ചുരുട്ട്, അപ്പൊ കേറിയോളൂ. കണ്ണു തലയനക്ക് All the dreams like twinkle stars. തലയനക്ക്. ഓ, കൺപീലി ഇട്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണ്. തിരിച്ചു വരുമ്പോ ഫുൾ ഐലൈനർ ആയിരിക്കും. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ? ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്യാനൊന്നും ഇല്ല, എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഞാൻ കാന്താരി കഴിക്കാൻ തീരുമാനിച്ചേക്കുന്നു. അങ്ങനെ അടുത്ത കാന്താരി തിന്നാൻ യോഗ്യനായ വ്യക്തി അർഹനായിരിക്കാണ്. എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഗൈസ്. ചവച്ചില്ല, ചവയ്ക്ക് കണ്ട് പല ടേസ്റ്റ്. എന്റെ വീട്ടിൽ പോയി വെള്ളം ചോദിക്കും, തന്നാ കുടിച്ചോ, തന്നില്ല കുടിക്കാൻ. പോയിട്ടിരിക്കും. അപ്പൊ ഇനി ലാസ്റ്റ് റൗണ്ട് ആണ്. ഓക്കെ, ഫിഫ്ത്ത് റൗണ്ട്. ലാസ്റ്റ് റൗണ്ട്. ഞങ്ങൾ ഒത്തിരി റൗണ്ട് എടുക്കുന്നില്ലെന്ന് വെച്ചു, കാര്യം കുറെ വരും. അപ്പൊ ഇനി നെക്സ്റ്റ് കറക്കി, അവൻ നേരത്തെ കറക്കി. സേ ഹായ് ടു എനിവൺ. ഇത് കിട്ടിയില്ലായിരുന്നു. കിങ് ഓഫ് ദ റൗണ്ട്. നീ അത് കേട്ടേ പറ്റൂ. എടാ വേറെ കൊടുക്കടാ, അവള് ചെയ്തതാ ഓൾറെഡി, ചെയ്തേ പറ്റത്തില്ല. യെസ് ഗൈസ്, കോൾ അൺനോൺ നമ്പർ ആണ് ഇവൻ അവക്ക് കൊടുത്തേക്കുന്ന ടാസ്ക്. ഓക്കെ, അൺനോൺ നമ്പർ വിളിക്കാനായിരുന്നു. സിനിമ ഡയലോഗ് വോയിസ് മെസ്സേജ് ടു എനിവൺ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ എടുക്കലോ കൂട്ടുകാരി ഒരു വോയിസ് മെസ്സേജ് ചെയ്യണം, ഏതെങ്കിലും ഒരു സിനിമ ഡയലോഗ് പറഞ്ഞു. സിനിമ ഡയലോഗ് ഉള്ളല്ലോ. സെയിം കിട്ടിയിട്ടിരിക്കുന്നു. ചിലപ്പോൾ തോന്നും നീ ഒരു കോമാളിയാണ്. 5 star, do nothing. ഞാൻ ഒന്ന് പറയട്ടെ. ചിലപ്പോൾ തോന്നും നീ ഒരു കോമാളിയാണ്, ചിലപ്പോൾ തോന്നും നീ വലിയൊരാളാണ്, സത്യത്തിൽ നീ ആരാ?
യെസ് സെറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി അവിടെ അൺനോൺ നമ്പർ കോള്. നല്ല അന്തസ്സായിട്ടുള്ള തിരിച്ചുള്ള റിപ്ലൈയും കിട്ടി. മോന്ത വാടിയിരിക്കുന്ന കണ്ടോ? അതിന് നീ ഏതാ തിരിച്ചു ചോദിച്ച്. റിങ് അടിക്കുന്നുണ്ടോ? ഹലോ സ്ത്രീകളെയാണോ? സുഗു റോങ് നമ്പർ. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു ഹിന്ദി പാട്ട്. എന്റെ പപ്പ സുഗുവിനെ വിട്ടൊരു കളിയില്ല. കാര്യമില്ല. നിനക്ക് അങ്ങനെ ആണോന്ന് ചോദിക്കുമ്പോ അല്ലെന്നേലും പറഞ്ഞു. ഇവന്റെ കാര്യം നോക്കിക്കേ, സുഖമാണോന്ന് ചോദിച്ചു. ആണ്. എന്താ? അയ്യോ തേഞ്ഞ്. സാരമില്ല. പക്ഷെ അത് കൊള്ളാം. അതുകൊണ്ട് എനിക്ക് കിണർ വെട്ടിന്റെ കാര്യമൊക്കെ ചോദിക്കാൻ പറ്റും. അയോഗ്യനായ ഉനക്ക് എവളോ ധൈര്യം എന്തായിപ്പോ ഞാൻ കൺമുന്നാടി വന്ന് നിപ്പേ. ഇന്നേക്ക് ദുർഗാഷ്ടമി ഉന്നെ കൊന്നു രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടിടുവേ. ഇപ്പോഴെങ്കിലും കാണരുത്. ഓക്കെ സെറ്റ് സാധനം എനിക്ക് കിട്ടി. എന്തായാലും നീ ഏതോ നീ ഏതാ ഗൈസ്? നില്ല് കേക്കട്ടെ, റിപ്ലൈ കേക്കട്ടെ. ഓക്കെ കേക്കണല്ലേ? അയോഗ്യനായ ഉനക്ക് എവളോ ധൈര്യം എന്തായിപ്പോ ഞാൻ കൺമുന്നാടി വന്ന് നിപ്പേ. ഇന്നേക്ക് ദുർഗാഷ്ടമി ഉന്നെ കൊന്നു രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടിടുവേ. ഓക്കെ സെറ്റ് സാധനം. ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മുടെ ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ജയവും തോൽവിയും ഒന്നുമില്ല. ഞങ്ങള് വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കളിച്ചതാണ്. എന്തായാലും നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞ പോലെ ഞാനൊരു ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞിട്ട് തിരിച്ചു വെച്ച് നകുലന്റെ ഡയലോഗ് ഇങ്ങോട്ട് പറയണോ, അല്ലെങ്കിൽ ചിരിക്കുന്ന 2 ഇമോജി ഇട്ട് തന്നു. അപ്പൊ എന്തായാലും ഈ ഒരു ചലഞ്ച് ഇവിടെ കഴിയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് ലവ് യു ഓൾ.